ഹലോ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് പഴയൊരു തുണിയായിട്ടാണ്. പഴയ തുണിയല്ല, ഇതൊരു വെട്ടേഷൻ തുണിയാണ്. അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് നമുക്കൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ആണ്. അപ്പോൾ എന്നാലും നമുക്ക് ഇതിനെ കൊണ്ട് എങ്ങനെയാണ് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു തുണി നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു 4-5 മടക്കായിട്ടാണ് ഈ ഒരു തുണി കിട്ടേണ്ടത്. അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മടക്കി വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് മടക്കി വെച്ച് ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ 4 മടക്കാക്കിയിട്ട് 5 മടക്കാക്കിയിട്ടൊക്കെ കട്ട് ചെയ്യാൻ 5 മടക്കാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ നമുക്ക് 5 പെറ്റൽസാണ് കിട്ടാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ 5 ഇഞ്ച് നീളവും വീതിയും വരുന്ന ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നീളവും വീതിയൊക്കെ സെയിമാണ്, 5 ഇഞ്ചാണ്. ആ ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മടക്കി വെച്ച ആ ഒരു തുണിയിലേക്ക് ഈ ഒരു പേപ്പർ നമ്മൾ ഇതേപോലെ ഒരു മുട്ട സൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 5 പെറ്റൽസിന് വേണ്ടിയിട്ട് 5 പീസ് വേണം. 5 ഇഞ്ച് വരുന്ന സെയിം അളവിൽ വരുന്ന 5 പീസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് 5 എണ്ണവും നമുക്ക് ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരൊറ്റ കട്ടിങ്ങിൽ തന്നെ നമുക്ക് 5 പീസ് ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേപ്പറിൽ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് കട്ട് ചെയ്യുന്ന ടൈമിൽ റിസ്ക് ആണ്. നമുക്ക് എല്ലാ വശങ്ങളും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ തുണിയിലാണെങ്കിലും വരച്ചിട്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടാണല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസിയുള്ളൊരു മെത്തേഡാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാ വശങ്ങളും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പൺ വരാത്ത ഭാഗത്ത് ഓപ്പൺ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇത് ഈസിയാണ് കേട്ടോ ഈ ഇതിലൂടെ കട്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ആ ഒരു പേപ്പർ എടുക്കുമ്പോൾ അത്യാവശ്യമുള്ള കട്ടിയുള്ളൊരു പേപ്പർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇങ്ങനെ പിൻ ചെയ്തൊക്കെ കൊടുക്കുന്ന ടൈമിൽ അത് നീങ്ങിപ്പോകാൻ കീറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഇതൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു മുട്ട സ്വിച്ചൊക്കെ ഇളക്കി മാറ്റിയതാണ്. നമുക്ക് 5 പെറ്റൽസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മടക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഈസിയാണ്. ഇതേപോലെ കോണായിട്ടാണ് നമ്മൾ മടക്കുന്നത്. ഒരു കോൺ അടുപ്പിച്ച് കൊടുക്കുന്നു. പിന്നെ നെക്സ്റ്റും നമ്മൾ അങ്ങനെ തന്നെ മടക്കി കൊടുക്കും. 2 തവണ നമ്മളങ്ങനെ മടക്കി കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സൂചി ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കണം. ഇത് തുന്നല്ല കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ അറ്റത്ത് വെച്ചിട്ട്, അതായത് ആ ഒരു ഓപ്പൺ പോലെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമ്മളിതുപോലെ സൂചിയും നൂലും ഇങ്ങനെ കുത്തി ഇറക്കി കൊടുത്ത് ലാസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതേപോലെ നമുക്ക് 5 പെറ്റൽസാണ് ഈ ഒരു നൂലിലേക്ക് കോർക്കാനുള്ളത്. അപ്പം ഞാൻ എല്ലാം ഒന്നും കോർക്കുന്നത് കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഇത് ഫോൾഡ് ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെ തുന്നുന്ന രീതിയും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2-3 എണ്ണം ഇതേപോലെ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുക. അതിനുശേഷം സൂചി നൂല് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഷേപ്പൊക്കെ സെയിം ആണല്ലോ, നമ്മൾ അങ്ങനെ കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഷേപ്പൊക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ നമ്മൾ ഓരോന്നും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 5 ഷേപ്പുകളാണ്, 5 ഇതളുകളാണ് നമുക്ക് വേണ്ടത്. പിന്നെ വലിയ ക്ലിപ്പൊക്കെ വേണമെന്നുള്ള ആവശ്യമുള്ളവർക്ക്, അതായത് വലിയ പൂവ് വേണമെന്ന ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ 6-7 പെറ്റൽസൊക്കെ വെച്ചിട്ടും ചെയ്യാം. ഞാൻ 5 പെറ്റൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചെറിയ പൂവാണ് വേണമെന്നുള്ളവർക്ക് ഒരു നമ്മൾ 5 ഇഞ്ചിൻ്റെ പേപ്പറിലാണോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിന് പകരം 3 ഇഞ്ചും 2.5 ഇഞ്ചൊക്കെ കൊടുത്താൽ നമുക്ക് കുഞ്ഞ് പെറ്റൽസ് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പെറ്റലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ അതേപോലെ തന്നെ 5 പെറ്റൽസ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അതിൻ്റെ ചില ഭാഗത്ത് ഞാൻ തുന്നിയപ്പോൾ ഇങ്ങനെ അധികം വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പുറത്തേക്ക് വന്നിട്ടില്ല. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ അറ്റം നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നൂലുണ്ടായിരുന്നു, അത് രണ്ടുമൊന്ന് കൂട്ടി കെട്ടി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി കെട്ടുന്ന ടൈമിൽ നമുക്കിത് ഈ ഒരു നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ആ ഒരു പെറ്റൽസൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിന്നിട്ട് നല്ല നീറ്റായിട്ട് ആ ഒരു ഫ്ലവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സൂചി നൂലുണ്ടല്ലോ, അത് ഏകദേശം ആ ഒരു നമ്മുടെ ക്ലോത്തിൻ്റെ അതേ കളറിനെ നൂലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ക്ലോത്തിൻ്റെ അതല്ലെങ്കിൽ ക്ലോത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു കളറാണെങ്കിൽ ചെറിയ രീതിയിൽ നൂല് കാണുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇതില്ലാത്ത പോലെ തോന്നില്ല. അതിന് വേണ്ടിയിട്ട് ആ ഒരു സെയിം കളറിന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ അടുത്തത് ആ ഒരു സെയിം കളർ നൂല് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിങ്ങനെ പുറത്തേക്ക് കുറച്ച് കുട്ടി ഭാഗങ്ങളൊക്കെ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാം ഉള്ളിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അതായത് ഒരു വരുമാനം ഇതിൽ നിന്നും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വാട്സപ്പ്, ഇൻസ്റ്റ അങ്ങനത്തെ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് സെല് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഹെയർ ക്ലിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊരു മുത്ത് ഇതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ആ ഒരു ഇതിൻ്റെ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഹെയർ ക്ലിപ്പിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് ഇത് നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറുണ്ടല്ലോ,
അതിൽ നിന്നും ചെറിയൊരു തുണിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്ന ടൈമിൽ അത് നല്ല രീതിയിൽ അവിടെ നിൽക്കും. അതായത് ഇളകിപ്പോരും അല്ലെങ്കിൽ പറഞ്ഞു പോരും, അങ്ങനത്തെ അതിനൊന്നും ചാൻസ് കുറവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അധികം ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കവർ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു തുണി മാത്രമാണ്, ഈ ഒരു പൂവ് മാത്രമാണ് ഈ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഒട്ടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഇളകിപ്പോരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അല്ല, മിക്കവാറും അത് ഇളകിപ്പോരും. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ആ ഒരു ക്ലോത്ത് ഒട്ടിച്ച് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ അതിൻ്റെ മേലെയായിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. മൊത്തം ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഇനിയിപ്പോൾ തുന്നണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ, ഗ്ലൂഗൺ ഇല്ലെങ്കിൽ. അപ്പോൾ അതങ്ങനെ നമ്മൾ ആ ഒരു ഹെയർ ക്ലിപ്പ് കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ ഇങ്ങനെ തലയിലൊക്കെ കുത്തിയിട്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയാൽ കുത്തി കുറിക്കാൻ വേണ്ടി എനിക്ക് പെൺകുട്ടികളൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ കുത്തിയിട്ട് അത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുത്തു. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ക്ലിപ്പ് എവിടെയെന്ന് വിചാരിക്കും. പൂവ് മാത്രമല്ലേ കാണുന്നുള്ളൂ സംഭവം. ക്ലിപ്പ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. ഞാനത് ജസ്റ്റ് ആ ഒരു ഇതൊക്കെ നീക്കിയപ്പോൾ അത് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ക്ലിപ്പ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതുപോലെ പഴയ ക്ലോത്തിൻ്റെ മേക്ക് ഓവറൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അത്രയും ബൈ ബൈ, സീ യു.